CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന യഥാർത്ഥത്തിൽ ആരെയും ഞെട്ടിക്കുന്നതല്ല. ഒരുപക്ഷെ CPMലെ ചില ആളുകളെ ഒഴിച്ച്. കാരണം പാർട്ടിയോട് ഇന്ന് കൂറു പുലർത്തുന്ന പലരും, പാർട്ടിയുടെ ആളുകളാണ് എന്ന് പറയുന്ന പലരും പണത്തിന് വലിയ ആർത്തിയുള്ളവരാണ്. എവിടെ നിന്ന് പണം കിട്ടിയാലും അത് സംഭരിക്കുകയും അത് ശേഖരിക്കുകയും അതുകൊണ്ട് വലിയ സമ്പന്നരാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം. പാർട്ടിയിൽ നല്ലൊരു വിഭാഗം പണത്തിന് ആർത്തിയുള്ളവരാണ് എന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. അത് പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റ് വരെ അതിന്റെ നിരവധി ലക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കരിമന്നൂരൊക്കെ അതിന്റെ ചെറിയ ഉദാഹരണമാണ്, ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. നിരവധി സഹകരണ ബാങ്കുകളുടെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. വലിയ തോതിൽ പണം നഷ്ടപ്പെട്ട ജനങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് ഒക്കെ നമ്മൾ കണ്ടു. നിരവധി കരാറുകാർ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് നിരവധി പണമിടപാടുകൾ, പാർട്ടിയുടെ നേതാക്കൾ അവരെ കേന്ദ്രീകരിച്ച് ഭൂമിയുടെ ഇടപാടുകൾ, പലപ്പോഴും ബ്ലേഡ് കമ്പനിയുടെ ഇടപാടുകൾ, ഇങ്ങനെ പലതും നമ്മൾ പതുക്കെ പുറത്തു വരുന്നു. വലിയ തോതിൽ പണം സമ്പാദിച്ച് അഴിമതി നടത്തി പണം സമ്പാദിക്കുന്നവരാണ് താഴെത്തട്ടിലുള്ള നേതാക്കൾ പോലും എന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. ഒരുപക്ഷെ പഞ്ചായത്ത് മെമ്പർ ആകുന്നതിന് മുമ്പ് കയ്യിൽ യാതൊരു പണവും ഇല്ലാതിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് കാറ് വാങ്ങുന്നതും വലിയ തോതിലുള്ള ആർഭാടം കാണിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. ഇത് ഒരു നേതാവിനെ കുറിച്ചല്ല, ഒരു ജില്ലയെ കുറിച്ചല്ല, കേരളം മുഴുവനുമാണ്. MV ജയരാജൻ P ജയരാജൻ പോരിൽ അത് മറഞ്ഞു നിന്നുള്ള പോരാണെങ്കിലും പാർട്ടിയുമായി P ജയരാജന്റെ പോരിലും നമ്മൾ കണ്ടത് ഇത് തന്നെയാണ്. വലിയ തോതിൽ പണം സമ്പാദിക്കുന്ന ആളുകളാണ് എന്ന് പരസ്പരം മനു തോമസ് ഇങ്ങോട്ടും P ജയരാജന്റെ സംഘം അങ്ങോട്ടും ആരോപിക്കുന്ന തരത്തിലുള്ള വലിയ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത്തരത്തിൽ വലിയ അഴിമതി ആരോപണങ്ങൾ, ധനസമ്പാദന മാർഗങ്ങളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ കേരളത്തിലെ പാർട്ടിയിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട്. അത് മയക്കുമരുന്ന് കച്ചവടം വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. വലിയ തോതിലുള്ള മുതലാളിമാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത് കോഴിക്കോട് നിന്ന് ഒരു പരാതിയാണ്. ആ പരാതി ഇപ്പോൾ വന്നതൊന്നുമല്ല, ഈ പരാതി നേരത്തെ വന്നതാണ്. PSC അംഗത്വം കൊടുക്കാം എന്ന് പറഞ്ഞു 60 ലക്ഷം രൂപയാണ് അതിനുള്ള റേറ്റ്. അതിൽ 20-22 ലക്ഷം രൂപ ഒരു നേതാവ് വാങ്ങി എന്നാണ് പരാതി. അദ്ദേഹം പ്രാദേശിക നേതാവ് എന്ന് പറയാൻ പറ്റില്ല, ജില്ലാതലത്തിൽ CITയുടെ സെക്രട്ടറിയാണ്, ഏരിയ കമ്മിറ്റി മെമ്പറാണ് പാർട്ടിയുടെ. മാത്രമല്ല മുഹമ്മദ് റിയാസിന്റെ വളരെ അയൽവാസിയുമാണ്, അടുത്ത അയൽവാസിയുമാണ്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ അത് മുഹമ്മദ് റിയാസിനെതിരെ കൊണ്ടുവരാനുള്ളൊരു വഴിയായേക്കാം. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഒരാൾ അയൽവാസി ആയതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഏതായാലും അത് അന്വേഷിക്കട്ടെ, അതിന്റെ അന്വേഷണം വരട്ടെ. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ആരോപണം വന്നിട്ട് പാർട്ടി 3-അംഗ കമ്മിറ്റിയെ വെക്കുകയും 3-അംഗ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി വരെ അറിഞ്ഞു, എന്നിട്ട് 3-അംഗ കമ്മിറ്റിയെ വെക്കുകയും ഒരു തീരുമാനവുമാകാതെ ഒരു നിലപാടും എടുക്കാതെ പിരിയുകയും ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാർട്ടി നേതാക്കൾക്കൊക്കെ ഇത്രയും വലിയ അഴിമതിയെക്കുറിച്ച് നേരത്തെ അറിയാം. കരുവന്നൂരിന്റെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. 2016 മുതൽ അവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ ഈ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുകൾക്കൊക്കെ AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾക്ക് കരുവന്നൂരിൽ വലിയ കൊള്ള നടക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് കൊടുത്തിട്ട് ഒന്നും ചെയ്തില്ല എന്നതാണ് നമ്മൾ കണ്ടൊരു കാര്യം. അങ്ങനെയാണ് ആ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടത്. കേരളം മുഴുവൻ അത് ചർച്ച ചെയ്യപ്പെട്ടത്. നിരവധി ഇതിനിടയ്ക്ക് വന്ന തിരുവനന്തപുരം ജില്ലയിൽ വന്ന ഒരു ആരോപണം, ഏതോ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ എത്താനുള്ള കഴിവുണ്ടെന്നുള്ളത്. പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കും ഭാര്യയ്ക്കും എതിരായി വന്നിട്ടുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം MV ഗോവിന്ദന്റെ ഉള്ളിൽ വച്ചുകൊണ്ടാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. ഏതായാലും വലിയ തോതിലുള്ള ഒരു പൂതലിപ്പ് അല്ലെങ്കിൽ വലിയൊരു ചിതൽ കയറ്റം പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങൾ കരുതുന്നു. അതിനോടുള്ള പ്രതിഷേധം കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി അവർ പ്രതികരിച്ചത്. പക്ഷെ അതിന് എന്ത് കറക്റ്റീവ് മെഷറാണ് എടുക്കാൻ പാർട്ടിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ പ്രധാന കണ്ണികൾ വളരെ ഉയർന്ന നേതാക്കൾ തന്നെയാണ്. ഇപ്പൊ കരുവന്നൂരിൽ PK ബിജു അടക്കം, AC മൊയ്തീൻ അടക്കം, കണ്ണൻ അടക്കമുള്ള ആളുകൾ അതിൽ പ്രതികളാണ് എന്ന രൂപത്തിൽ സൂചന വരുന്നുണ്ട്. ഇവർക്കൊക്കെ അറിയാം എന്ന് വരുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് റിയാസിന് ഇതിൽ അറിയില്ലോ എന്ന് എനിക്കറിയില്ല. അത് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും അത് നമുക്ക് തെളിയിക്കപ്പെടണം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം ഈ അഴിമതി നടന്നു എന്ന് മുഹമ്മദ് റിയാസിന് അറിയാമായിരുന്നു വളരെ നേരത്തെ തന്നെ. അതാണ് എന്റെ പ്രശ്നം. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും കാലം ഈ കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് തട്ടിപ്പ് നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ എന്തൊക്കെയോ പുലിവാല നടത്തി ഇപ്പോൾ അത് കുഴപ്പത്തിലായി കിടക്കുകയാണ്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് തന്നെ നിരവധി അഴിമതി ആരോപണങ്ങൾ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ മാത്രം പ്രശ്നമല്ല, ഊരാളുങ്കൽ പോലൊരു സൊസൈറ്റി തന്നെ വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ പലരും ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന എല്ലാവർക്കും ഊരാളുങ്കലിനാണെന്നും ഊരാളുങ്കലിന്റെ ഒരു പങ്ക് ചില വളരെ ഉന്നതർക്ക് എത്തുന്നുണ്ട് എന്നുള്ള പരാതി വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ പണം കൊണ്ട് ഈ പാർട്ടിയെ കീഴടക്കാം എന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ ധാരാളമായുണ്ട്. ആരോപണം മാത്രമല്ല, പലപ്പോഴും അതിന് ചില തെളിവുകളും ചില കാര്യങ്ങളും കരുവന്നൂർ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പാർട്ടി നേരിടുക? പാർട്ടി നേരിടണമെങ്കിൽ അതിശക്തമായ അഴിച്ചുപണി തന്നെ ആവശ്യമുണ്ട്. കാരണം ഇതിൽ ഒരാളെ ഒഴിവാക്കിയാൽ വേറൊരാളിന്റെ അഴിമതി പുറത്തു വരും. പലപ്പോഴും അഴിമതി ഒരു കെട്ടിട നിർമ്മാണത്തിലെ ഇഷ്ടിക പോലെയാണ്. ഒരു ഇഷ്ടികയ്ക്ക് മേൽ വേറൊരു ഇഷ്ടിക വെച്ച് അതിനുമേൽ വേറൊരു ഇഷ്ടിക വയ്ക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ഇഷ്ടിക എടുത്താൽ ബാക്കി ഇഷ്ടികകളൊക്കെ താഴെ വീഴും. അങ്ങനെയാണ് വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ കാണുക. ഒരു ഇഷ്ടിക മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ അഴിമതിയുടെ പശ കൊണ്ട് ഒട്ടിച്ച ഒരു പ്രസ്ഥാനമായി ഇത് മാറിയോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. ആ സംശയം തിരുത്തേണ്ടതുണ്ട്. അങ്ങനെയല്ല, ഇതിൽ സത്യസന്ധരായ ആളുകളാണ്. ഉദാഹരണത്തിന് ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യം, PSC മെമ്പർമാരെ ഞങ്ങൾ വളരെ കൃത്യമായാണ് നിയമിക്കുന്നത്. നമുക്ക് ചിരി വരുന്ന കാര്യമാണ്. 20 അതിൽ കൂടുതലോ PSC മെമ്പർമാരുണ്ട് നമുക്ക്. ഇവരൊക്കെ യോഗ്യതയുള്ളവരാണോ അതോ ഏതെങ്കിലും പാർട്ടി നോമിനികളെ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, PSC മെമ്പറാക്കിയവർ ഏത് തരത്തിലുള്ള യോഗ്യതയുള്ളവരായിരുന്നുവെന്ന് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഓരോ കാലത്തും, അത് ഈ ഗവൺമെന്റ് കാലത്ത് മാത്രമല്ല, പാർട്ടി നോമിനികളാണ്. മുന്നണിയിലെ ഓരോ കക്ഷിക്കും ഇത്ര സീറ്റ് എന്ന അർത്ഥത്തിലാണ് PSC മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു മെറിറ്റും നോക്കിയിട്ടാണ്. അതുകൊണ്ട് മെറിറ്റ് നോക്കാതെ PSC കൊടുക്കുന്നതുകൊണ്ട് ഇത്തരം PSC മെമ്പർമാർ വേണമെന്നുള്ള വേറെ ചോദ്യമൊക്കെ ഉണ്ട്. മെറിറ്റ് നോക്കാതെ PSC ആളുകളെ കൊടുക്കുന്നത് കൊണ്ട് ആണ് ഇത്തരം അഴിമതികൾ ഉണ്ടാകുന്നത്. ഇപ്പൊ PSC അല്ലെങ്കിൽ വേറെ പോസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഏതായാലും ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ അത് തുടർന്ന് പഠിക്കേണ്ടതുണ്ട്. തോമസ് ഐസക്കും ഏറ്റവും ഒടുവിൽ MA ബേബി പോലും ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. തോമസ് ഐസക്ക് തങ്ങളുടെ വോട്ടുകൾ തന്നെ വലിയ തോതിൽ പോയിട്ടുണ്ട്. ജനങ്ങൾക്ക് നമ്മളോട് എതിർപ്പുണ്ട്. അത് ഭരണത്തോടുള്ള വികാരമാവാം, വ്യക്തിയോടുള്ള വികാരമാവാം, എന്ത് വേണമെങ്കിലും ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബേബി പറഞ്ഞത് സൂക്ഷിച്ചില്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് എന്നാണ്. വിജയരാഘവൻ സംസാരിച്ച് കേട്ടത് അതിലും കൂടുതൽ അവന്നതാണ്. ബംഗാളിലെ അവസ്ഥ കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. ചെതലരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM മാറുന്നു എന്നാണ് ഒരു യോഗത്തിൽ വിജയരാഘവൻ പറഞ്ഞതെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൽ വിജയരാഘവൻ ചെതലാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കണം. ഇതിൽ ആരാണ് ചെതൽ, ആരാണ് കാതൽ എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. തീർച്ചയായും അത് കണ്ടുപിടിച്ച് ചെതലിനെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കാതൽ അധികകാലം നിൽക്കില്ല. CPM-ന് ഉള്ളൊരു മുന്നറിയിപ്പാണ് ഗോവിന്ദൻ മാഷ് കൊടുത്തിട്ടുള്ളത്. ബംഗാളിലും ഇതുപോലെ ചില മുന്നറിയിപ്പുകളൊക്കെ ചില ആളുകൾ കൊടുത്തിരുന്നു. അതൊക്കെ അവഗണിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ ബംഗാൾ. അത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ.